താന്തോന്നി. രചന റോസ് സൂസൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. ചേച്ചി, ഓഫീസിലെല്ലാവരും കമ്പനിയാണോ? നടക്കുന്നതിനിടയിൽ ശ്രീകുട്ടി ചോദിച്ചു. ആ മോളെ, എന്തായാലും പോയി തുടങ്ങിയാലുള്ളൂ. കുറച്ചുകൂടി കഴിഞ്ഞാൽ അറിയാം. വേഗം നടക്ക്, ബസ് വരാറായി. ഇഷാനി നടത്തതിന്റെ വേഗത കൂട്ടി. സ്റ്റോപ്പിലെത്തി നിൽക്കുമ്പോൾ കണ്ടു ഭദ്രൻ അവളെ നോക്കി നിൽക്കുന്നു. അവന് നോട്ടം പാടെ അവഗണിച്ചു ഇഷാനി. ചേച്ചി, പത്രേട്ടൻ പേടിയോടെ പറഞ്ഞു ശ്രീകുട്ടി. അവിടെ ഇന്നോട്ടെ മോളെ, നീ നോക്കണ്ട. എതിർദിശയിലേക്ക് നോക്കി പറഞ്ഞു ഇഷാനി. ബസിന്റെ ഹോൺ കേട്ടപ്പോൾ അവൾ ഷോളിൽ കിടന്ന ബാഗ് ഒന്നുകൂടി ശരിയാക്കി ചുരിദാറിന്റെ ഷോൾ നേരെ പിടിച്ചിട്ടു. സ്കൂൾ കുട്ടികളടക്കം കുറെ ആളുകളുണ്ടായിരുന്നു കയറാൻ. ഇഷാനിയും ശ്രീകുട്ടിയും കയറി. ബസ് മുന്നോട്ട് നീങ്ങി. ഒരാശ്വാസം തോന്നി ഇഷാനിക്ക്. ഭദ്രൻ എന്തെങ്കിലും പറഞ്ഞിട്ട് വരുമോ എന്നൊരു പേടിയുണ്ടായിരുന്നു അവൾക്ക്. സ്റ്റാൻഡിലിറങ്ങി ശ്രീകുട്ടിയും കൂട്ടുകാരികളും യാത്ര പറഞ്ഞു പോയി. ഇഷാനി ഓഫീസിലേക്ക് നടന്നു. പെട്ടെന്നാണ് അമിത വേഗത്തിൽ വന്നൊരു കാറിൽ ലോട്ടറി വിൽക്കുന്ന സൈക്കിൾ യാത്രക്കാരൻ ഇടിച്ചിട്ട് പോയത്. ഇഷാനി വീണെടുക്കുന്ന ആളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. ചേട്ടാ. വീണെടുക്കുന്ന ആളെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചവൾ, പക്ഷെ അവൾക്കതിന് കഴിഞ്ഞില്ല. ആരെങ്കിലും ഒന്ന് സഹായിക്കൂ പ്ലീസ്, ഇഷാനി ഉറക്കെ വിളിച്ചു പറഞ്ഞു. എന്തുണ്ടായത്? അപ്പോഴേക്ക് ആളുകൾ ഓടിക്കൂടി. വീണെടുക്കുന്ന ആളെ അരികിലേക്ക് നീക്കിയിരുത്തി. ഒരു കാർ ഇടിച്ചിട്ട് നിർത്താതെ പോയി. ഇഷാനി ബാഗിൽ നിന്ന് വെള്ളക്കുപ്പി എടുക്കുന്നതിനിടയിൽ പറഞ്ഞു. ആംബുലൻസ് വിളിക്ക്. ആരൊക്കെയോ പറയുന്നുണ്ട്. ഇഷാനി വെള്ള അയാളുടെ മുഖത്തേക്ക് തെളിച്ചു. അയാൾ കണ്ണുകൾ തുറന്നപ്പോൾ ആശ്വാസമായി കൂടിയെന്നവർക്ക്. ചേട്ടാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം, ഇഷാനി പറഞ്ഞു. ആംബുലൻസ് ഇപ്പൊ വരും. പിന്നെ ആ ഇടിച്ചു പോയതിന് അടുത്ത സ്റ്റോപ്പിൽ ആളുകൾ പിടിച്ചു വെച്ചിട്ടുണ്ട്, ആരോ വിളിച്ചു പറഞ്ഞു. ആംബുലൻസ് വന്ന ആളെ കയറ്റുന്ന നേരത്താണ് സേവ്യ വഴി വന്നത്. ആക്സിഡന്റ് ആണ് തോന്നുന്നു. ജോസൂടി തല പുറത്തേക്കിട്ട് നോക്കി പറഞ്ഞു. ആയിരിക്കും, ആംബുലൻസ് നിൽക്കുന്നില്ലേ. ഈ വഴി കൂടി വരേണ്ടിയിരുന്നില്ല. സ്റ്റിയറിംഗിൽ വലതുകായി ഉരുത്തിടിച്ചുകൊണ്ട് പറഞ്ഞവൻ. ഒന്നടങ്ങ്, ആംബുലൻസ് പോയ വഴി ഓക്കെ ആവും. ഒന്ന് ക്ഷമിക്ക്. നിനക്കറിയാവുന്ന കാര്യമല്ലേ, ഓഫീസിൽ കൃത്യസമയത്ത് എത്തിരിക്കുക ഈ കാഞ്ഞിരപ്പറമ്പിൽ സേവ്യറെന്ന്. തല ചെരിച്ചെന്ന് നോക്കി പറഞ്ഞവൻ. ആംബുലൻസ് വലിയ ശബ്ദത്തിൽ നീങ്ങിയപ്പോൾ അതിന് പിന്നാലെ ബ്ലോക്കായി കിടന്ന വണ്ടികൾ നീങ്ങി. ഇഷാനി ചോര പറ്റിയ ഷോള് വെള്ളം കൊണ്ട് കഴുകിയെന്ന് കുടഞ്ഞു. ഓഫീസിൽ ചെന്നിട്ട് ബാക്കി നോക്കാം, മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൾ ബോട്ടിൽ ബാഗിൽ വെച്ച് നടന്നു. അവളെ കടന്ന് സേവിയുടെ ജീപ്പും പോയി. ഇഷാനി ഓഫീസിലെത്തുമ്പോൾ 15 മിനിറ്റ് വൈകിയിരുന്നു. അങ്കിൽ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. അവളെ പറഞ്ഞു വിട്ടേക്ക്. എന്റെ ഓഫീസിൽ ജോലിക്ക് വരുന്നവർ കൃത്യം 9 മണിക്ക് പഞ്ച് ചെയ്തിരിക്കണം. ഇന്നലെ പറഞ്ഞിരുന്നില്ലേ ഇവിടുത്തെ റൂൾസ്? സേവി വളരെ ദേഷ്യത്തിൽ ചോദിച്ചു. ഇഷാനി അങ്ങനെ ടൈം തെറ്റിക്കുന്ന കുട്ടിയല്ല. എന്തെങ്കിലും കാരണം? നോ! സേവി കൈ ഉയർത്തി. മേ ഐ കമിൻ സർ? ഡോറിൽ മുട്ടി ചോദിച്ചു ഇഷാനി. മൂർത്തി സാറും സേവിയും ശബ്ദം കേട്ട ദിശയിലേക്ക് നോക്കി. വരൂ ഇഷാനി. മൂർത്തി അവൾ അകത്തേക്ക് വിളിച്ചു. സേവി ദേഷ്യത്തിൽ അയാളെ നോക്കി. ഇഷാനി, ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു കൃത്യസമയത്ത് പഞ്ച് ചെയ്യണമെന്ന്. മൂർത്തി അവൾക്ക് നേരെ തിരിഞ്ഞിരുന്നോട് ചോദിച്ചു. സോറി സർ, വരുന്ന വഴിക്കൊരു ആക്സിഡന്റ് ഉണ്ടായി. എന്റെ മുന്നിലാ പാവം സൈക്കിൾ യാത്രക്കാരൻ വീണ്. അതാ സർ അല്പം വൈകിയത്. വഴിയിൽ അങ്ങനെ പല കാഴ്ചകളും കാണും. അതൊക്കെ വായി നോക്കി നിന്നിട്ട് കയറി വരാൻ. ഇത് നിന്റെ സ്വന്തം സ്ഥാപനമല്ല. സേവി അലറിക്കൊണ്ടാണ് അത് പറഞ്ഞ്. അപ്പോഴാണ് ഇഷാനിയാളെ ശ്രദ്ധിക്കുന്നത്. മുണ്ടും ജുബയാണ് വേഷം. മുഖം ദേഷ്യം കൊണ്ട് ചുവന്നിരിക്കുന്നു. മോനെ, ഒരു അപകടം പറ്റിയോണ്ടല്ലേ ഇഷാനി അല്പം വൈകിയത്. നീ ഒന്ന് സമാധാനമായിട്ടിരിക്കുക. സർ, വഴിയിൽ കാണുന്ന കാഴ്ചകൾ വായി നോക്കി നിൽക്കലല്ല ഇഷാനിയുടെ ജോലി. ഒരാൾക്ക് അപകടം പറ്റാൻ സഹായിക്കാതെ മുഖം തിരിച്ചടക്കാൻ മാത്രം മനുഷ്യപ്പറ്റില്ലാത്തവളല്ല ഇഷാനി ചന്ദ്രശേഖർ. നാളെ സാറിന് ഈ അവസ്ഥ വന്നാൽ എല്ലാവരും ഇതുപോലെ മുഖം തിരിച്ചു പോയാൽ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ടാവില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലെ പറയായിരുന്നില്ല. ഇനി 10 മിനിറ്റ് താമസിച്ചെന്ന് എഴുതി തന്നെ ഈ ഓഫീസിൽ നിന്ന് പുറത്താക്കാനാണ് സാറിന് തീരുമാനമെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഒരു മനുഷ്യജീവന് വേണ്ടി ഈ ജോലി പോയാലും എനിക്ക് കുഴപ്പമില്ല. നാളെ ഈ ഓഫീസിൽ വെച്ച് എനിക്കെന്തെങ്കിലും സംഭവിച്ചു പോയാലും ഇവിടുത്തെ ആളുകൾ തിരിഞ്ഞു നോക്കില്ല. കാരണം സാറിനോടുള്ള പേടിയുണ്ട് തന്നെ. കാലത്ത് 9 മുതൽ വൈകിട്ട് 5 വരെ ഈ ഓഫീസിലെ ജോലികൾ മാത്രമല്ലേ സ്റ്റാഫായ എല്ലാവർക്കും ചെയ്യാൻ കഴിയും. അതാണല്ലോ ഇവിടുത്തെ നിയമം. ഇഷാനിയുടെ ചോദ്യം സേവ് ചെയ്ത് നോക്കിക്കൊണ്ട് തന്നെയായിരുന്നു. ആ ഓഫീസിൽ ആരും തന്നെ അവനോട് നേർക്ക് നിന്നിട്ട് ഇതുപോലെ സംസാരിച്ചിട്ടില്ല ഇന്ന് വരെ. ഇഷാനി സീറ്റിലേക്ക് പോയിക്കോളൂ, ഞാൻ വിളിക്കാം. മൂർത്തി സാർ പറഞ്ഞപ്പോൾ ഇഷാനി ഡോർ അടിച്ചിട്ട് തന്റെ സീറ്റിലേക്ക് പോയി. ഇവളൊക്കെ എവിടുന്ന് കിട്ടി? എന്നെ ചോദ്യം ചെയ്യാനാണോ കൊണ്ടുവന്നിരിക്കുന്നത്? സേവി മേശയിൽ ആഞ്ഞടിച്ചോണ്ട് ചോദിച്ചു. മോനെ, ആ കുട്ടി പറഞ്ഞതിൽ എന്താ തെറ്റ്? ശരിയല്ലേ? നീ ഒന്ന് ക്ഷമിക്കുക. നമ്മുടെ സ്ഥാപനത്തിന് ഇഷാനിയെ പോലെയുള്ള കുട്ടികളാണ് ആവശ്യം. തെറ്റ് കണ്ടാൽ അത് തെറ്റാണെന്ന് വിളിച്ചു പറയാനുള്ള കഴിവാണ് വേണ്ടത്. ഞാനൊന്നും പറയുന്നില്ല. 2 മണിക്കൂറിനുള്ളിൽ 2 മാസത്തെ കമ്പനിയുടെ കണക്കുകൾ എന്റെ മുന്നിലെത്തിയിരിക്കണം. ഫയലുകളിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായാ പൊക്കി പിടിച്ചുകൊണ്ടുവന്നുള്ള തൂക്കിയെറിയും. സേവി പറഞ്ഞില്ലാന്ന് വേണ്ട. പറഞ്ഞുകൊണ്ട് വാതിൽ തുറന്ന് കാറ്റുപോലെ പുറത്തേക്ക് പോയവൻ. സേവിക്ക് പിന്നാലെ പുറത്തേക്ക് കടന്ന മൂർത്തി. സേവി പറഞ്ഞ പോലെ ചെയ്തെങ്കിൽ ഇഷാനിയെ പറഞ്ഞു വിട്ടേണ്ടി തന്നെ വരും. അതിൽ സംശയവുമില്ല. ഇഷാനിയുടെ ടേബിളിനരികിൽ ചെന്ന് നിന്ന് മൂർത്തി. എന്താ സർ? ഇഷാനി ഇരിക്കുന്നതെന്ന് എഴുന്നേറ്റ് ചോദിച്ചു. ഇഷാനി, ഒരു പ്രോബ്ലം ഉണ്ട്. സേവി പറഞ്ഞിട്ട് പോയ കാര്യങ്ങൾ മൂർത്തി അവളോട് പറഞ്ഞു. ഇതാണ് സർ ഇത്ര വലിയ ആനക്കാര്യം. ഓഡിറ്റിംഗുള്ള സ്ഥാപനമല്ലേ ഇത്? സാർ അതിന്റെ ഡീറ്റെയിൽസ് തന്നാൽ മതി, ഞാൻ ഫയൽ റെഡിയാക്കാം. ആത്മവിശ്വാസത്തോടെ പറയുന്നവളെ അത്ഭുതത്തോടെ നോക്കി മൂർത്തി. മോളെ, അത് പോസിബിൾ ആണോ? കമ്പനിയുടെ ജിമെയിൽ അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് പറയും, ഞാൻ നോക്കട്ടെ.
2 മണിക്കൂർ സമയമുണ്ടല്ലോ എൻ്റെ മുമ്പിൽ. പിന്നെ ഇവിടുത്തെ ജോലിയും ശമ്പളവും കണ്ടിട്ട് ഇഷാനി ചന്ദ്രശേഖർ പുതിയ കടമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. കഞ്ഞി പിടിച്ച് പോകാനുള്ള വകയൊക്കെ ഞാൻ ഉണ്ടാക്കുന്നത് സാറേ. എനിക്ക് അങ്ങയുടെ സ്വഭാവത്തിൽ പിടിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ ജോലി പോയാലും യാതൊരു സങ്കടവും ഇല്ല. അവളുടെ ആ പറച്ചിലിൽ തന്നെ സംതൃപ്തനായി മൂർത്തി. മേരിയമ്മ ഭാഗ്യവതിയാണ് ഇവളെ കണ്ടെത്തിയതിൽ. എന്തായാലും ഇത് ഞാനൊരു ചലഞ്ചായി ഏറ്റെടുക്കുന്നു, ഇഷാനി പുഞ്ചിരിയോടെ പറഞ്ഞു. അവളുടെ ആത്മവിശ്വാസം കണ്ടപ്പോൾ മൂർത്തിക്ക് ഉത്സാഹം തോന്നി. ഇഷാനി വരൂ. ആള് വിളിച്ചുകൊണ്ട് മൂർത്തി എൻ്റെ ക്യാബിനിലേക്ക് നടന്നു. ഇവിടെ ഡേ ബുക്ക് ഉണ്ടാവുമല്ലോ, അതൊന്ന് വേണം. അതിലുണ്ടാവുമല്ലോ അതാ ദിവസത്തെ കാര്യങ്ങൾ. അപ്പോഴാണ് അങ്ങനെ ഒരു ബുക്കിനെ കുറിച്ച് മൂർത്തി ഓർക്കുന്നത് തന്നെ. അപ്പോൾ തന്നെ ശീതളിനെ വിളിച്ച് ഡേ ബുക്ക് കൊണ്ടുവരാൻ പറഞ്ഞു അയാൾ. കമ്പനിയുടെ ഡീറ്റെയിൽസ് മെയിൽ അക്കൗണ്ട്സിൽ നിന്ന് എടുത്തു ഇഷാനി. ഡേ ബുക്ക് കൂടി വെച്ച് നോക്കുമ്പോൾ ടാലി ആവാത്ത കുറച്ച് കണക്കുകളുണ്ടായിരുന്നു അതിൽ. കമ്പനി കണക്കുകൾ സെപ്പറേറ്റ് ആക്കി ഡീറ്റെയിൽസ് പ്രിന്റ് ചെയ്തെടുത്തു ഇഷാനി. ടാലി ആവാത്ത കണക്കുകൾ വേറെയും പ്രിന്റ് എടുത്തു. സർ, ഇതിൽ കമ്പനി എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്ന ചിലവുകൾ ഏതു വകയിലാണ്? അവ കമ്പനിക്ക് വലിയ നഷ്ടം തന്നെയാണ് പറ്റിയിരിക്കുന്നത്. 2 മാസത്തിനുള്ളിൽ 3,35,000 രൂപ. ഇഷാനി ചോദിച്ചു കേട്ട് ചിരിച്ചുപോയി മൂർത്തി. ഈ 2 മാസത്തെ കണക്ക് വെച്ച് നോക്കുമ്പോൾ അത് കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. സേവിയുടെ കുടിച്ചിട്ട് വരുന്ന പരാക്രമം കൊണ്ട് തീർക്കുന്ന കടങ്ങളാ. ബാറിൽ അടിയുണ്ടാക്കിയ വകയിൽ 2 ദിവസം മുമ്പ് ചെലവായത് 60,000 രൂപയാ. മുതലാളിയുടെ ഇപ്പോഴത്തെ ഭാര്യയുടെ കുഞ്ഞാങ്ങളെയാണ് അതൊക്കെ തീർപ്പാക്കുന്നത്. ഒന്നിച്ചൊരു തുക പറയും, കമ്പനി അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യും. അതാ പതിവ്. ഓഹോ, കൊള്ളാലോ കൊച്ചു മുതലാളി. എന്നെ ഏൽപ്പിച്ച ജോലി കഴിഞ്ഞു. ഇനിയും 10 മിനിറ്റ് കൂടി ബാക്കിയുണ്ട്. സാറ് മുതലാളി വിളിക്കണം. എന്നെ ഏൽപ്പിച്ച പണി കഴിഞ്ഞു പറയണം. കൃത്യനിഷ്ഠത ഏറെയുള്ള ആളാണല്ലോ ചാടിത്തുള്ളി ഇറങ്ങിപ്പോയത്. ഇങ്ങനെ യാതൊരു ഉത്തരവാദിത്തമില്ലാതെ നടക്കുന്ന ആളാണ് എന്നോട് വാചടിക്കാൻ വരുന്നത്. 2 അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഇഷാനി 2 കൽപ്പിച്ച് തന്നെയാണ്. ഇഷാനി പോയിക്കോളൂ, ഞാൻ സേവിയെന്ന് വിളിക്കട്ടെ. ഇഷാനി ഫയലുകളുമായി തന്റെ ക്യാബിനിലേക്ക് പോയി. മൂർത്തി ഫോൺ എടുത്ത് വിളിക്കുമ്പോഴേക്കും സേവി എത്തിയിരുന്നു. വെറുതെ ഇരിക്കുന്ന ഇഷാനിയെ ദേഷ്യത്തിൽ നോക്കിയിട്ട് വാതിൽ വലിച്ചുറന്ന് അകത്ത് കയറിയവൻ. അവനെ കണ്ടയുടനെ ഫയലുകൾ എടുത്ത് എഴുന്നേറ്റ് ഇഷാനി. മേ കമീൻ? ഫയലുകൾ നെഞ്ചോടടക്കി പിടിച്ച് വാതിൽ മുട്ടി ചോദിച്ചവൾ. യെസ്, ദേഷ്യത്തിൽ പറഞ്ഞവൻ. ഇഷാനി അകത്തേക്ക് കയറി. സാറ് പറഞ്ഞ പോലെ ഈ കമ്പനിയുടെ 2 മാസത്തെ കണക്കുകൾ, പിന്നെ ക്രോസ് ചെക്ക് ചെയ്യാത്തതിൽ ഒട്ടും തേക്കാത്ത കുറച്ച് ചെലവുകൾ കണ്ടു. 3,35,000 രൂപ അധിക ചെലവ്. അതും കമ്പനിയുടെ MD തന്നെ വരുത്തി വെച്ച്. ഈ നിലക്ക് പോയാൽ അധികം വൈകാതെ പൂട്ടിക്കെട്ടേണ്ടി വരും ഈ കാഞ്ഞിരപ്പറമ്പിലെ സ്ഥാപനങ്ങൾ. എന്തു പറഞ്ഞടി? നീ എന്താ എന്നെ കണക്ക് പഠിപ്പിക്കാൻ വേണ്ടി കുറ്റിമറിച്ചു വന്നാണോ? ചാടി എഴുന്നേറ്റ് സേവി. അധികം ആവേശമൊന്നും കാണിക്കണ്ട. എന്നോട് പറഞ്ഞ ജോലി ഞാൻ ചെയ്തു. ഈ കമ്പനിയുടെ കണക്കെല്ലാം കൃത്യമാണ്. പിന്നെ 2 മാസത്തെ അല്ല, 2 വർഷത്തെ കണക്ക് വേണമെങ്കിലും നിമിഷങ്ങൾക്കുള്ളിൽ വരില്ലെന്ന് അമർത്തിയാ കിട്ടുന്ന കാലത്ത് ഇങ്ങനെ ഒരു ചലഞ്ച് ചെയ്യാൻ ഒട്ടും ബുദ്ധിയില്ലാതെ നീക്കായിപ്പോയി. പ്രത്യേകിച്ച് കമ്പനി കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഭരിക്കുന്ന ഇന്റർനെറ്റ് യുഗാണ് തിരിച്ചറിയാനുള്ള സാമാന്യ ബുദ്ധി പോലും എൻ്റെ ബോസായ താങ്കൾക്ക് ഇല്ലാതെ പോയല്ലോ. ആ ഒരു വിഷമം മാത്രമേ ഉള്ളൂ ഇപ്പം എനിക്ക്. പിന്നെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, കമ്പനി കാര്യങ്ങളെക്കാൾ നിങ്ങൾക്ക് താല്പര്യം മറ്റു പല കാര്യങ്ങളുമാണല്ലോ. അവളുടെ വാക്കുകളിലെ പുച്ഛവും പരിഹാസവും തൻ്റെ വഴിവിട്ട ബന്ധറിഞ്ഞുകൊണ്ടുണ്ടായതാണെന്ന് മനസ്സിലാക്കാൻ അധികം ആലോചിക്കേണ്ടി വന്നില്ല സേവിക്ക്. എന്നാൽ ആൻസിയുടെ പ്രവൃത്തിയാണ് ഇഷാനിയെ കൊണ്ട് അത്രയും പറയിപ്പിച്ചത്. തനിക്ക് മുന്നിൽ നിൽക്കുന്നവൻ സ്ത്രീലമ്പടനാണെന്ന് ആൻസി അവളെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞിരുന്നല്ലോ വന്ന അന്ന് തന്നെ. നിന്നെ ഏൽപ്പിച്ച ജോലി മാത്രം ചെയ്താൽ മതി, കൂടുതൽ എന്നെ പഠിപ്പിക്കാൻ നിൽക്കണ്ട കേട്ടോടി. അവൾ അടിക്കാൻ കൈതരിച്ചെങ്കിലും സ്വയൊതുക്കിക്കൊണ്ട് പറഞ്ഞവൻ. അതെ, എനിക്കൊരു പേരുണ്ട്, കോൾമി ഇഷാനി. അല്ലാതെ എടി ബോണി എന്നൊക്കെ താങ്കളുടെ വീട്ടിലുള്ളവരെ വിളിച്ചാൽ മതി. മര്യാദക്കാണെങ്കിൽ ഞാനും മര്യാദക്ക്, അതല്ലെങ്കിൽ തറയാവും എനിക്കറിയാം. കേട്ടോടാ സേവിച്ച മുതലാളി. പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്ന ഫയലുകൾ ടേബിൾ വെച്ചിട്ട് അവൾ തിരിഞ്ഞു നടന്നു. ആ ഫയലുകൾ എടുത്ത് മൂലയിലേക്ക് ഒറ്റ ഏറായിരുന്നു സേവി. വാതിൽ തുറന്ന് പുറത്തേക്ക് കിടക്കുന്നതിൽ തിരിഞ്ഞു നോക്കി ഇഷാനി കണ്ടു. പ്രിന്റ് എടുത്ത പേപ്പറുകൾ വായുവിൽ പറക്കുന്നു. സേവി കൈ ചുരുട്ടി ചുമരിലിടിക്കുന്നു. ഇഷാനി തിരികെ വരുന്നതും കാത്തിരിക്കായിരുന്നു മൂർത്തി സാർ. ഇഷാനി, സേവിച്ചെന്ത് പറഞ്ഞു? എന്ത് പറയാനാ സാർ, എൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയല്ലോ. വലിയ പോസിറ്റ് നടക്കുന്നതന്നെ ഉള്ളൂ. ബുദ്ധി അല്പം കുറവാ. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെടുമോ? ഒന്നാമത് കൃത്യമായിട്ട് കണക്കും കാര്യങ്ങളും സൂക്ഷിക്കുന്ന കമ്പനിയാണ് തൻ്റെ എന്ന് മറന്നുപോയതായിരിക്കും. അതെ, ഞാനും പെട്ടെന്ന് ഓർത്തില്ല. ടെൻഷനായി പോയി എന്ന് പറയുന്നതാവും ശരി. ഞാനൊന്ന് പോയി നോട്ടെ, ഇനി അടുത്ത ഓർഡർ എന്താണെന്ന് അറിയില്ലല്ലോ. ചിരിച്ചുകൊണ്ട് മൂർത്തി സേവിയുടെ റൂമിലേക്ക് നടന്നു. അയാൾ അകത്ത് കയറി പോകുന്ന നോക്കി ഇഷാനി തൻ്റെ സീറ്റിലേക്ക് ഇരുന്നു. ശീതൾ ഏതാനും ഫയലുകൾ അവിടെ മുന്നിലേക്ക് എത്തിച്ചു. മാഡം, ഇത് നോക്കിയിട്ട് സാധനം ഏൽപ്പിക്കണം. കളക്ഷന് പോകേണ്ട ചെക്ക് അതിലുണ്ട്. ഇഷാനി അത് വാങ്ങി സൂക്ഷ്മതയോടെ മറിച്ചു നോക്കി. ജോലിയിൽ താൻ കൃത്യമായിരിക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു അവൾക്ക്. ഈ സമയം സേവിയുടെ ക്യാബിൽ വാദപ്രതിവാദങ്ങൾ നടത്തുകയാണ് മൂർത്തിയും സേവിയും. അങ്കിൾ എന്തൊക്കെ പറഞ്ഞാലും അവളിവിടെ ജോലിക്ക് വേണ്ട. താൻ പറയുന്നതിൽ ഉറച്ചു നിന്നു സേവി. മോനെ, അത് ശരിയാവില്ല. 2 വർഷത്തേക്കാണ് ആ കുട്ടി നമ്മുടെ കമ്പനിയിൽ അഗ്രിമെന്റ് സൈൻ ചെയ്തിരിക്കുന്നത്. ഇനി അഗ്രിമെന്റ് മാറ്റണമെങ്കിൽ നല്ലൊരു തുക കൊടുക്കേണ്ടി വരും. 2 വർഷം അവളിവിടെ ഉണ്ടായേ മതിയാവും, ഇല്ലെങ്കിൽ നമുക്ക് നഷ്ടം വരും. ഇത് നിസ്സാര കാര്യമല്ലേ, മോനത് വിട്ടുകളാ. മൂർത്തി ചിരിച്ചുകൊണ്ട് സേവിക്കെതിരെ ഇരുന്നു. ഞാനിവിടെ പറയുന്നൊന്നും അന്ത്യവാക്കല്ലല്ലോ. ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അധികാരം ഇപ്പോഴും അങ്കിളിനല്ലേ ഉള്ളത്. അതെന്റെ അമ്മ ചെയ്ത തെറ്റ്, പുച്ഛത്തോടെ പറഞ്ഞു സേവി. അങ്ങനെ പറയരുത് മോനെ. നിന്നെ ഞാൻ അങ്ങനെയാണ് കണ്ടിരിക്കുന്നത്. നീ പറയുന്നത് തന്നെയാണ് ഞാൻ അനുസരിക്കുക പതിവ്. പക്ഷേ ഇതങ്ങനെയല്ല. എനിക്കൊരു അബദ്ധം പറ്റിയാണെന്ന് കൂട്ടിയാൽ മതി.
മോൻ്റെ സ്ഥാപന നീ തന്നെ അവിടെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. പിന്നെ അന്ന് മേരിയമ്മ ചെയ്ത് എന്തിനാണെന്ന് എന്നെക്കാൾ നിനക്കറിയാലോ. മേരിയമ്മയുടെ ജീവിതം തർക്കാൻ തങ്കച്ചി കച്ചകെട്ടി ഇറങ്ങിയപ്പോൾ ചെയ്തു പോയതാ. നിന്നിലേക്ക് എല്ലാ അധികാരങ്ങളും എഴുതി വെക്കുമ്പോഴും അതിന് മേലെ ഒരു പവർ ഓഫ് അറ്റോണി എനിക്ക് തന്ന് നിന്നെ ഞാൻ സംരക്ഷിക്കുന്ന ഉറപ്പുള്ളതുകൊണ്ട് തന്നെയായിരിക്കും. മേരിയമ്മയുടെ ആ ദീർഘവിഷണം കൊണ്ടാ ഇന്ന് ഞാനും മോനൊക്കെ ഈ കസേരകളിൽ ഇരിക്കുന്നത്. ഇല്ലെങ്കിൽ നിന്റെ അച്ഛൻ കറിയാച്ചനെ കുപ്പിയിലാക്കി തങ്കച്ചിയോ ആങ്ങളമാരും വിഴുങ്ങിയനെ കാഞ്ഞിരപ്പറമ്പിലെ സ്ഥാപനങ്ങൾ. മൂർത്തി പറഞ്ഞതിന് മറുപടിയിലായിരുന്നു സേവിക്ക്. അയാൾ പറഞ്ഞ 100% ശരിയായിരുന്നു. അമ്മച്ചി അങ്ങനെ ചെയ്തുകൊണ്ടാണ് താൻ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നത് തന്നെ. മോനെ, ആ കുട്ടി ഒരു പാവണ. യാദൃശികമായിട്ടാണ് ഞാൻ അവളെ കണ്ണൂട്ടിയത്. അതൊക്കെ വഴിയെന്ന് എനിക്ക് മനസ്സിലാവും. പുറമേ അവൾ കാണിക്കുന്ന തൻ്റെ ഇടം, ജീവിതത്തോട് പോരാടി നേടുന്ന അമ്മയോ അനിയത്തിയോ അച്ഛമ്മയടക്കം 4 വയറുകളെ പോറ്റാൻ തൽക്കാലം അവൾ ഇവിടെ നിൽക്കട്ടെ. മൂർത്തി അവസാനമായി എന്നോണം പറഞ്ഞു. അതെ, കുടുംബത്തിന് വേണ്ടി പോരാടുന്ന കുറെ ആളുകളുണ്ട് നമുക്ക് ചുറ്റും. അവരെയൊക്കെ കണ്ടെത്തി കാഞ്ഞിരപ്പറമ്പിൽ സ്ഥാപനത്തിൽ ജോലിയെടുക്കാൻ സാധിക്കില്ലെന്ന് ഓർമ്മ വേണം. തികഞ്ഞ പരിഹാസമുണ്ടായിരുന്നു അവൻ്റെ വാക്കുകൾക്ക്. അതെനിക്ക് നന്നായിട്ട് അറിയാം. ഇനി നിന്നോട് ചോദിക്കാതെ ആരെയും നിയമിക്കില്ല, പോരെ? അല്ല, ഇതുപോലുള്ള ഒരു 10 കൂടി വേണം. എന്നിട്ട് എല്ലാം കൂടി എന്റെ നെഞ്ചത്തോട്ട് കയറട്ടെ. അപ്പൊ നിങ്ങൾക്കൊക്കെ സമാധാനമാവുമല്ലോ. ആ കിഴങ്ങിനെ കാണാനില്ലല്ലോ. ബാങ്ക് മാനേജർ കാണാൻ പോയിട്ട് അങ്ങനെ പോയെന്ന് തോന്നുന്നു. ചെക്ക് മടങ്ങിയ കേസ് അങ്ങനെ ഡീൽ ചെയ്യണമെന്ന് ഒരു വഴിയും കിട്ടുന്നില്ല. അയാൾ ഉടായ്പ കാണിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഇടപെട്ട കയ്യാങ്കളിയായിരിക്കും. വേണോ വേണ്ടെന്ന് ആലോചിക്കുക. മോൻ സമാധാനമായിട്ടിരിക്കുക. നമുക്ക് ഈ ജോലി ഇഷാനി ഏൽപ്പിക്കാം. അവൾ അവരോട് വിളിച്ച് സംസാരിക്കട്ടെ, മര്യാദയുടെ ഭാഷയിൽ. നീ തൽക്കാലം ഇടപെടണ്ട. എന്തായാലും കുറച്ച് ദിവസം കൂടി അവർക്ക് സമയം കൊടുക്കാം. പറഞ്ഞുകൊണ്ട് മൂർത്തി ക്യാബിൽ നിന്ന് ഇറങ്ങി. ഇഷാനി ശീതള ഏൽപ്പിച്ച ഫയൽ ചെക്ക് ചെയ്ത് സേവിയുടെ ടേബിൾ എത്തിക്കാൻ വേണ്ടി വരികയായിരുന്നു. സർ, ഈ ഫയലിലെ ചെക്ക് കളക്ഷന് പോയേണ്ടതാ, സൂര്യ ട്രഡേഴ്സിന്റെ. അവനൽപ്പം ചൂടില്ല, സൂക്ഷിക്കണം. ആള് നോക്കി പുഞ്ചിരിയോടെ മൂർത്തി പറഞ്ഞു. എന്തൊക്കെയായാലും എൻ്റെ ബോസല്ലേ, അല്പം ചൂടായിക്കോട്ടെ, എന്നാലേ ഒരു ഓളം ഉള്ളൂ. ഇഷാനിയും പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് ഡോറിൽ തട്ടി അനുവാദം വാങ്ങി അകത്തേക്ക് കയറി. സർ, സൂര്യ ട്രഡേഴ്സിന്റെ ചെക്കിന് കളക്ഷൻ ഡേറ്റ് ആണ്. സാറിന്റെ സൈൻ വേണം, ചെക്ക് ചെയ്ത് നോക്കൂ സർ. പറഞ്ഞുകൊണ്ട് ആ ഫയൽ അവന് നേർക്ക് നീട്ടിപ്പിടിച്ച് ഇഷാനി. അവിടെ വെച്ചിട്ട് പോയിക്കോ. ആള് നോക്കാതെ മറ്റേതോ ഫയൽ മറിച്ചു പോയിക്കൊണ്ട് പറഞ്ഞു. ഓക്കെ സർ. പറഞ്ഞുകൊണ്ട് ഫയൽ ടേബിൾ വെച്ചിട്ട് ഇഷാനി തിരിഞ്ഞു നടന്നു. ഒന്ന് നിന്നേ. അവൻ ഇരുന്നിടന്ന് എഴുന്നേറ്റു. ഇഷാനി തിരിഞ്ഞു നിന്നു. ആളുടെ പുരികക്കൊടികളൊന്ന് ചുളിഞ്ഞു. എന്താണെന്ന് ചോദിക്കുന്ന ഭാവത്തിൽ 2 കൈകളും മേലേക്ക് ഉയർത്തി ഒന്ന് ഞൊട്ട വിടിവിച്ച് സേവി അവൾ അടിമുടിയെന്ന് നോക്കി. എന്റെ പി ആയിട്ടാണ് തനിക്കിവിടെ നിയമനം. ഞാൻ പറയുന്നത് എന്തും താൻ അനുസരിക്കേണ്ടി വരും. എന്തും. അവന്റെ കണ്ണുകളൊന്ന് കുറുകി. മനസ്സിലായില്ല ചോദിച്ചുകൊണ്ട് ഇഷാനി അവൻ അഭിമുഖം നിന്നു. താൻ സ്മാർട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. ഓവർ സ്മാർട്ട് കളിക്കരുത്. എന്റെ പി ആയി താൻ ഈ ഓഫീസിൽ ഉള്ളിടത്തോളം കാലം എന്നെ അനുസരിക്കാൻ ബാധ്യസ്ഥയാണ് താൻ. ഇഷാനിയുടെ അടുത്തേക്ക് നാടകീയമായി ചൂടുകൾ വെച്ചുകൊണ്ട് പറഞ്ഞവൻ. ഓ, മനസ്സിലായി. മുമ്പ് സാറിന്റെ പി ആയിരുന്നവള്. കുറച്ച് സാധനങ്ങൾ എടുത്തിട്ട് പോയിരുന്നു. ക്യാബിൽ വന്നിട്ടേ എടുത്തിട്ട് പോയ സാധനങ്ങൾ ഞാൻ വ്യക്തമായി കണ്ടതാ. അല്ല, സാറിനും അറിയായിരിക്കും, ഉപയോഗിച്ചിരുന്നല്ലേ. അതുപോലെ മുൻകരുതൽ എന്തെങ്കിലും ഞാൻ എടുക്കണോ? ഒന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാ. അതല്ലെങ്കിൽ അവകാശം പറഞ്ഞ ആരെങ്കിലും വരില്ലെന്നതിന് എന്താ ഉറപ്പ്? ആളുടെ ചോദ്യത്തിന്റെ മുന്നേ മനസ്സിലായില്ലെങ്കിലും ആൻസി എന്തോ ഒപ്പിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി സേവിച്ചിന്. അതൊക്കെ ഞാൻ വഴിയെ പറഞ്ഞോളാം, താനിപ്പോ ചെല്ല്. ഇഷാനി ഡോറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. സേവി തന്റെ കസേരയിലിരുന്ന് CCTV ചെക്ക് ചെയ്യാൻ ലാപ്ടോപ്പ് ഓൺ ചെയ്തു. ഇഷാനിയുടെ ക്യാബിനിൽ വെച്ചിരുന്ന ക്യാമറയിൽ പതിഞ്ഞിരുന്ന വീഡിയോ ഓൺ ചെയ്തു. ഇഷാനി റൂം വൃത്തിയായിക്കൊണ്ടിരിക്കുന്നിടയിൽ ആൻസി കയറി വരുന്നു. ബാഗിൽ നിന്ന് കള്ളത്തരത്തോടെ കോണ്ടം പാക്കറ്റ് എടുക്കുന്നു. താഴേക്ക് ഇടുന്നു. അത് ഇഷാനി കാണുന്നു. നൈറ്റ് ഡ്രസ് ഇഷാനിയാണ് ബാഗിൽ വെക്കുന്നു. അവസാനം ആൻസി അവളോട് പറയുന്ന ഡയലോഗ് ഉൾപ്പെടെ വ്യക്തമായി കേട്ടു സേവി. അവന്റെ മുഖം വലിഞ്ഞു മുറുകി. കൈ ചുരുട്ടി ടേബിൾ ഇടിച്ചവൻ. നന്ദി കേട്ടവള്. അവന്റെ ചുണ്ടുകൾ പിറുവിറുത്തു. ഈ സമയം ജോസൂട്ടി അകത്തേക്ക് കയറി വന്നു. മാനേജർ കണ്ടു. നിനക്ക് ഒഴി വിട്ടുമ്പോഴേ അതുവഴി ഒന്ന് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഡെപ്പോസിറ്റ് ഒന്നോ മാറ്റിടാനായിട്ടെന്നാ പറഞ്ഞ്. അല്ല, പുതിയ പി എങ്ങനെയുണ്ട്? പരിചയപ്പെട്ടോ? ഞാൻ കണ്ടിട്ടില്ല, ഒന്ന് കണ്ടേച്ച് വരാം. ഒരു ഉത്സാഹത്തോടെ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. ചെല്ല് ചെല്ല്, ചെന്ന് കേറി കൊടുക്കുക, സേവി സ്വയം പറഞ്ഞു. ആൻസി മോളെ, നിന്നെ ഒന്ന് ശരിക്ക് കാണാൻ വരുന്നുണ്ട് സേവി. വെറുതെ വന്നവൾക്ക് ഇത്ര ജാട. അല്ല, ഇതൊക്കെ കണ്ട കുലത്തിൽ പിറന്ന പെണ്ണുങ്ങളാണെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ പ്രതികരിച്ചു പോകും. അവളെ കുറ്റം പറയാനൊക്കത്തില്ല. സേവി ഇഷാനി കൊണ്ടുവച്ചിട്ട് പോയ ഫയലുകൾ ഓരോന്ന് എടുത്തു നോക്കി. എല്ലാം വളരെ കൃത്യമായിട്ടാണ് അടുക്കി വെച്ചിരിക്കുന്നത്. ഒരു കുറ്റം പോലും പറയാൻ കഴിയാത്ത വിധം. ചെക്കിലൊപ്പിട്ട് ശീതലിനെ വിളിച്ച് അത് ഏൽപ്പിച്ചവൻ. ജോസൂട്ടി ഇഷാനിയെ തിരക്കി ചെല്ലുമ്പോൾ ഇഷാനി മൂർത്തി സാറിന്റെ ക്യാബിലേക്ക് പോയിരിക്കുകയായിരുന്നു. നേരെ ക്യാബിൽ കയറി അധികാരത്തോടെ കാൽമേൽ കാൽ കയറ്റി വെച്ചിരുന്നവൻ. ഇഷാനി വരുമ്പോൾ തന്റെ സീറ്റിലിരിക്കുന്ന ജോസൂട്ടിയാണ് കണ്ടത്. ആരാ? അനുവാദമില്ലാതെ എന്തിനാണ് അകത്തേറിയത്? പരിക്കമായ സ്വരത്തിൽ ചോദിച്ചവൾ. അത് ശരി, മേഡം നില വന്ന് കയറിയതേ ഉള്ളൂ. ഞാൻ ആരാണെന്ന് വെച്ചിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ആരായാലും എനിക്കൊരു ചുക്കൂല. താനിപ്പിരിക്കുന്ന എന്റെ സീറ്റില്ല. ഈ സീറ്റിലേക്ക് ഇരിക്കണം. തനിക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ.
താനിരിക്കുന്നതിന്റെ ടേബിളിൽ എതിർവശം കിടക്കുന്ന ചെയറിലേക്ക് ചൂണ്ടി ഇഷാനി അത് പറഞ്ഞപ്പോൾ അറിയാതെ എഴുന്നേറ്റ് പോയി ജോസൂട്ടി വേഗം തന്റെ ചെയറിലിരുന്നവൾ. ഇനി പറയും താനാരാ, എന്താ എനിക്ക് അറിയേണ്ടത്? ഇഷാനി മുന്നോട്ടൊന്ന് ആഞ്ഞിരുന്നോണ്ട് ചോദിച്ചു. ഞാൻ സേവിച്ചതിന്റെ വേണ്ടപ്പെട്ട ആളാ, ഈ സ്ഥാപനത്തിന്റെ എല്ലാമെല്ലാമായ ജോസൂട്ടി. സേവിച്ചതിന്റെ നിഴൽ പോലെ കൂടെ നടക്കുന്നവൻ. ഇപ്പൊ മനസ്സിലായോ ഞാൻ ആരാണെന്ന്? ജോസൂട്ടി ഗമയോടെ കസേരയിൽ നിന്നോട് ചോദിച്ചു. ഓ ആണോ, ആനയെ പേടിക്കണം, ആനപ്പിണ്ടത്തെയും പേടിക്കണം? ഇഷാനി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അല്ല അങ്ങനെയല്ല, ഞാനൊന്ന് പരിചയപ്പെട്ടു പോവാമെന്നാ. ജോസൂട്ടി ചമ്മിയ ചിരിയോടെ പറഞ്ഞു. ഞാൻ ഇഷാനി, കുറച്ചു കാലം ഇവിടേക്ക് ഉണ്ടാവണമെന്നാണ് ആഗ്രഹം. നടക്കുമെന്നറിയില്ല. പരിചയപ്പെട്ടല്ലോ, എന്നാ ശരി, ജോസൂട്ടി ചെന്നാട്ടെ. ഇഷാനി അതുകൂടി പറഞ്ഞോടെ ജോസൂട്ടി ഇരുന്നിടത്ത് എഴുന്നേറ്റ് പോയിരുന്നു. ഇഷാനിയും ജോസൂട്ടിയും സംസാരിക്കുന്ന CCTV കൂടി കണ്ടിരിക്കാമെന്ന് സേവിച്ചൻ. ചിരിയടക്കാൻ നന്നേ പാടുവിട്ടവൻ വാതിൽ തള്ളി തുറന്നുകൊണ്ട് ജോസൂട്ടി കയറി വന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.